കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീടുകളോടുകൂടി കർത്താവിലേക്ക് ഉണ്ടായിട്ടൊക്കെയായി കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ എന്നും ഈ ഭവനത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കണ്ടുന്ന എല്ലാ ദൈവങ്ങളെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നമുക്ക് ഇബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 7 തുടങ്ങി ഉള്ള വാക്യം തൊട്ട് 4-16 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നമ്മൾ വായിക്കാൻ പോകുന്നില്ല. 3-7 തൊട്ട് 4-16 വരെയുള്ള നീണ്ട പാസേജാണ്. അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ സമയമുള്ളപ്പോൾ അതൊന്ന് വായിക്കാം. നമ്മൾ 3-7 തൊട്ട് 4-16 വരെയുള്ള ഈ വാക്യങ്ങളിൽ നിന്നാണ് മുമ്പോട്ടുള്ള അല്പസമയം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അവധിയാണ്. 11 മണി തൊട്ട് 1 മണി വരെ നല്ല ഉറക്കം വരുന്ന സമയമാണ്. പപ്പ പറയാറുണ്ട്, മീനിന്റെ കണ്ണ് കാണുമ്പോൾ അറിയാം പുതിയതാണോ പഴയതാണോ. നിങ്ങളുടെ കണ്ണ് എങ്ങനെ അനുസരിച്ച് ഞാൻ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒത്തിരി മുഷിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയും. ഇവിടെ നമുക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെഴുതിയെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഈ യഹൂദ മതം വിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാർ അവർ വലിയ സംഭവങ്ങളൊക്കെ വിട്ട് വന്ന് ചെറിയൊരു കൂട്ടായ്മയായിട്ടൊക്കെ പോകും. പോയ സമയം ആദ്യ നാളുകളിലൊക്കെ കർത്താവിന് വേണ്ടി വളരെ വേദനയും പീഡനവും ഒക്കെ സഹിച്ച് വിശ്വാസത്തിന് വേണ്ടി ഇവരവരുടെ പ്രോപ്പർട്ടി പോലും അത് പൊക്കോട്ടെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്ഥിരതയോടെ ഒക്കെ ഓടി വന്നവർക്കിപ്പം മടങ്ങി അവിടേക്ക് അങ്ങ് പോയാലോ എന്നുള്ളൊരു ചിന്ത, വിട്ടു വന്നതിലേക്ക് മടങ്ങി പോകാനൊരു ചിന്ത. അപ്പൊ അവരെ പ്രബോധിപ്പിച്ച് എഴുതുന്ന ഒരു ലേഖനമാണ് ഇബ്രായർക്കെഴുതിയ ലേഖനം. നിങ്ങൾ വിട്ടു വന്നത് അല്ല വലിയത്, വിട്ടു വന്നതിനേക്കാൾ നിസ്തുല്യമായിരിക്കുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്ന ലേഖനമാണ് ഇബ്രായർക്കെഴുതിയ ലേഖനം. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത കാണിക്കുന്ന ലേഖനമാണ് ഇബ്രായർക്കെഴുതിയ ലേഖനം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. യേശു ക്രിസ്തുവിന്റെ വചനം അല്ലെങ്കിൽ വെളിപ്പാട്, യേശു ക്രിസ്തുവിൽ കൂടെ പിതാവ് സംസാരിച്ച വെളിപ്പാട് പൂർവ്വ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് കൊടുത്തതിനേക്കാൾ നിസ്തുല്യമാണ് അല്ലെങ്കിൽ സുപ്പീരിയർ ആണ്. അതാണ് ഇബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അതെങ്ങനെ അരുളിച്ചത്? പണ്ട് ഭാഗമായിട്ടും വിവിധമായി. എന്നാൽ 2-ാമത്തെ വാക്യം, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് ഭാഗമായിട്ടും അല്ല പിന്നെ വിവിധമായിട്ടും അല്ല, പുത്രൻ മുഖാന്തരം എന്ത് ചെയ്തിരിക്കുക? So Jesus is the superior revelation of God. ദൈവത്തിന്റെ ആ സുപ്പീരിയർ നിസ്തുല്യമായിരിക്കുന്ന വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് പറയുകയാണ് 1-ാം അധ്യായം. അടുത്തത് 1-5 തൊട്ട് 2-18 വരെയുള്ള വാക്യങ്ങളിൽ ജീസസ് ക്രൈസ്റ്റ് is superior over angels. ദൂതന്മാരെക്കാൾ നിസ്തുല്യനാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം 3-1 തൊട്ട് 4-13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് superior over Moses. മോശേക്കാൾ നിസ്തുല്യനാണെന്ന് പറയുകയാണ്. അടുത്തത് 4-14 തൊട്ട് 7-28 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ നിസ്തുല്യനാണെന്ന് പറയുക. superior over Aaronic priesthood.
വർഷം വർഷം പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രായമാവത്തില്ല. ഇന്നും ഇന്നല്ല ഇനി അങ്ങോട്ട് 1000 വർഷത്തേക്കാണ് ഏത് സമയത്ത് ഏത് മനുഷ്യനും ആ പുരോഹിതനടുത്തേക്ക് ചെല്ലാം. ആ പുരോഹിതൻ മതി. അടുത്തത് 8:1 തൊട്ട് 10:39 വരെയുള്ള വാക്യങ്ങളിൽ ക്രൈസ്റ്റ് സുപ്പീരിയർ ഓവർ ഓൾഡ് ടെസ്റ്റ്മെന്റ് സാക്രിഫൈസ്, പഴയ നിയമത്തിന്റെ യാഗങ്ങളെക്കാളിൽ നിസ്തുല്യനാണ് യേശു ക്രിസ്തുവിന്റെ യാഗം, അല്ലെ? അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നിട്ട് 11:1 തൊട്ട് 12:29 വാക്യങ്ങളിൽ അവരിങ്ങനെ സ്ഥിരമായി ഓടണമെന്ന് അവരെ പ്രബോധിപ്പിക്കുകയാണ്. അവസാനത്തെ അധ്യായങ്ങൾ 13-ാം അധ്യായം മുഴുവനും അതിന്റെ കൺക്ലൂഷനാണ്. ഇങ്ങനെയാണ് എബ്രായ ലേഖനം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം. നമുക്ക് എത്ര സുവിശേഷമുണ്ട്? 4 സുവിശേഷം. ഏതൊക്കെയാണ്? മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. എബ്രായ ലേഖനം 5-ാമത്തെ സുവിശേഷം. എബ്രായ ലേഖനം 5-ാമത്തെ സുവിശേഷമായിട്ട് നമുക്ക് എണ്ണാം. ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ കാണിക്കുന്ന, ഹു ഈസ് ക്രൈസ്റ്റ്, എന്താ കർത്താവ് ചെയ്തത് എന്ന് കാണിക്കുന്ന 5-ാമത്തെ സുവിശേഷം. 6-ാമത്തെ സുവിശേഷം ഏതാ? 6-ാമത്തെ സുവിശേഷമാണ് ഈ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും. നമ്മളാണ് 6-ാമത്തെ സുവിശേഷം. സ്തോത്രം. വി ആർ ദ ഗോസ്പൽ, അല്ലേ? വെളിയിലുള്ളവർക്ക് ബൈബിൾ ഇല്ല, എന്നാൽ നമ്മളെ വായിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലുള്ളത്. ക്രിസ്തുവിനെ കാണിക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഈ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തൊട്ടാണല്ലോ നമ്മൾ ഈ ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത്. 3:7 തൊട്ട് 4:16 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും ഏറ്റവും കൂടെ ഉണ്ടോ? ഒരു സ്തോത്രം പറയാം. ഉണ്ട്. ഈ എബ്രായ ലേഖനത്തില് നല്ല എക്സാമ്പിൾസും ഉണ്ട്, ബാഡ് എക്സാമ്പിൾസും ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ട് ബൈബിളിൽ ഈ ബാഡ് എക്സാമ്പിൾസിന് എന്തിനാ കൊടുത്തിരിക്കുന്നത്? അതെല്ലാം എടുത്തു കളഞ്ഞായിരുന്നു നല്ലതായിരുന്നു, അല്ലേ? ദാവീദിന്റെ വീഴ്ച, യേശാവിന്റെ കാര്യം, ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നല്ല എക്സാമ്പിൾ വെച്ചായിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, അല്ലേ? ബൈബിളൊന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തതിന് ബാഡ് എക്സാമ്പിൾസിന് എടുത്ത് നീക്കിയത്. പക്ഷെ ബൈബിളിന്റെ ഒരു കാര്യം ബാഡും ഗുഡും രണ്ടും ഉണ്ട്. എന്തിനാ ബാഡ് തന്നിരിക്കുന്നത്? ഒരേ അമ്മയ്ക്ക് ഇരട്ടകളായി പറ്റതാ. ആര്? യാക്കോബും ഏശാവും, അല്ലേ? പക്ഷെ രണ്ടുപേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഗുഡ് എക്സാമ്പിൾ, മറ്റത് യാക്കോബിനെ കുറിച്ച് പറയുന്നത് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചാണ് പുള്ളി മരിച്ചത്, ആരാധിച്ചാ മരിച്ചത്. പക്ഷെ ഏശാവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. ആ മനുഷ്യനെ പോലെ അഭക്തനാവരുത്. അപ്പൊ എന്തിനാ അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഞാൻ പണ്ട് കുറെ കാലത്ത് മുമ്പ് എന്റെ പെങ്ങളുടെ അടുത്ത് പോയി. അവൾ അബുദാബി കഴിഞ്ഞ് റുവേസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോയപ്പോൾ ഒരു കൗതുകമായിരിക്കുന്ന ഒരു കാര്യം, UAE ഒന്നും ഇല്ലാത്തൊരു കാര്യം ഞാൻ കണ്ടു. അവിടെ റൗണ്ട് ബോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റോഡിൽ ഇടയ്ക്ക് അവിടെ കുറെ ദിവസം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റ്. ആ ആക്സിഡന്റ് എങ്ങനെ ആ വണ്ടിയുടെ നടന്നത് അതേപോലെ ആ വണ്ടി ഒരു പോളിൽ നാട്ടി വെച്ചിരിക്കുക. എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. അതെന്തിനാ അവിടെ വെച്ചിരിക്കുന്നത്? വരുന്നവരല്ല ഇതുപോലെ ഇടിക്കാനാണോ? അല്ല, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എന്നാ ഒന്ന് ഇടിച്ചു കളഞ്ഞേക്കാം, അതുകൊണ്ടാണോ? അല്ല, അതുപോലെ ഓടിക്കുന്ന നിങ്ങൾ ഇടിക്കരുത് എന്നുള്ള മുന്നറിയിപ്പല്ലേ? അതുകൊണ്ട് ഇവിടെയും പല മുന്നറിയിപ്പുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ച് മറിഞ്ഞു പോയ വണ്ടികളെ കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഓട്ടത്തിൽ നിങ്ങൾ ഇതുപോലെ മറിഞ്ഞു പോകരുത്. 2024 ഒരു മുന്നറിയിപ്പായിട്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ 3:17 തൊട്ട് നമ്മൾ താഴ്ത്തു വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബാഡ് എക്സാമ്പിൾ ഉള്ള കൂട്ടരെ കാണിക്കുകയാണ് ഇസ്രായേൽ മക്കൾ. ഞാൻ എന്താ അങ്ങനെ പറയുന്നത് അറിയാമോ? 4:11 വായിച്ചായിരുന്നു. 4:11 പ്രവേശിക്കുകയില്ല, എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. 4:11
അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം. അപ്പൊ ഇസ്രായേലിന്റെ ചരിത്രം കാണിക്കുന്നത് എന്തിനാ? ദൃഷ്ടാന്തമായി, എക്സാമ്പിൾ, ദൃഷ്ടാന്തമായി കാണിക്കുന്നത് എന്തിനാണ്? സമദൃഷ്ടാന്തത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? വീഴാതിരിക്കുക, വണ്ടി പറഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ചരിത്രം കാണിച്ചിട്ട് പറഞ്ഞത്, കണ്ടോ മറിഞ്ഞ വണ്ടി കണ്ടോ? സമദൃഷ്ടാന്തം, ഇതുപോലെ നിങ്ങൾ മറിയരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെ മറിയരുത്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുക. എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പുറകോട്ട് പോകാൻ ചിന്താഗതിയുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ നല്ലോണം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, സ്ഥിരത വേണം. പക്ഷെ ഒരു മുന്നറിയിപ്പ് പറയാം, നിങ്ങളുടെ അപ്പന്മാർ ഇതുപോലെ മറിഞ്ഞു പോയതാണ്, നിങ്ങൾ പറയരുത്. പറയരുത് നിങ്ങൾ. അപ്പൊ ഇത് ദൃഷ്ടാന്തമാണ്, ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഇത് ബാഡ് എക്സാമ്പിളാണ്. എന്നാൽ ഗുഡ് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. ആരാണ്? 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, 6-ാം വാക്യം, 3-ന്റെ 5-ഉം 6-ഉം. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നതുപോലെ അത്രേ ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും. അപ്പൊ ക്രിസ്തുവും മോശയും വിശ്വസ്തരായിരുന്നു. മോശയും വിശ്വസ്തനായിരുന്നു. എന്നാൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു. അതെങ്ങനെ ശ്രേഷ്ഠ? ഇത് നോക്കിക്കേ, അവിടെ നോക്കിക്കേ, 5-ാം വാക്യത്തിൽ മോശയെ കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ഭവനത്തിൽ എങ്ങനെ? ഒരു ദാസൻ എന്ന രീതിയിൽ, അല്ലെ? ഒരു ഭൃത്യൻ എന്ന രീതിയിൽ, അങ്ങനെയല്ലേ എഴുതിക്കുന്നത്? ആസ് എ സെർവന്റ്. വായിച്ചിരുന്നു അങ്ങനെയല്ലേ? അവന്റെ ഭവനത്തിലൊക്കെയും മോശ ഭൃത്യനായിട്ടല്ല. അപ്പൊ മോശ ഒരു ഭവനം, ആ ഭവനം ഏതാ? ദൈവത്തിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു ഭൃത്യനെ പോലെ. എന്നാൽ യേശു ഭൃത്യനെ പോലെയല്ല. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഭൃത്യനെ പോലെയല്ല, പിന്നെ ആരെ പോലെ? അധികാരിയായ പുത്രനെ പോലെ. അതാ വ്യത്യാസം. അടുത്തത് അടുത്തത് അതിന്റെ 2-ാം വാക്യം, 13-ന്റെ 2. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ. നീ നോക്കിക്കേ, മോശ ഭവനത്തിന്റെ ഉള്ളിൽ വിശ്വസ്തദാസനായിരുന്നെങ്കിൽ യേശു ഭവനത്തിനുള്ളിലുള്ളവനല്ല, ഈ ഭവനം ചമച്ചവനാണ്. ഈ ഭവനം ചമച്ചവനാണ്. ഭവനം ചമച്ചവൻ ചമച്ച ഭവനത്തെക്കാൾ വലിയവനാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. മോശയുടെ കാര്യം, ദാവീദിന്റെ കാര്യമൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞ് അവിടെ നിൽക്കരുത്. അവരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നാം വരണം. ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് നാം വരണം. യേശു ആരെന്ന് മനസ്സിലാക്കേണ്ടത്, അവൻ നിസ്തുല്യനാണ്. മോശ അല്ല ചമച്ചത് ഭവനം, ചമച്ചവൻ ദൈവമാണ്. യേശു ദൈവമാണെന്ന് ഇവിടെ പറയുകയല്ലേ? സകലവും ചമയ്ക്കുന്നവൻ ദൈവം. അടുത്തതാരാ? 4-ാമത്തെ വാക്യം വായിച്ചു വാനി. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ. ആ ചമച്ചവനെ കുറിച്ച് പറയുക. ചമച്ചവനേക്കാൾ വലിയവൻ മോശയാവത്തില്ല. മോശയേക്കാൾ വലിയവനായ ചമച്ചവനായ ക്രിസ്തു വിശ്വസ്തനായിരുന്നത് പോലെ. എന്റെ കൂടെ ഉണ്ടോ? 2 എക്സാമ്പിൾ. ക്രൈസ്റ്റ് ഫെയ്ത്ത്ഫുൾ. ഇവിടെ ഒരു തലമുറ വിശ്വസ്തതയില്ലാത്ത ഒരു തലമുറയെ കാണിച്ചിട്ട് പറയുക, ഇത് മറിഞ്ഞ വണ്ടിയാ. ഈ മറിഞ്ഞ വണ്ടി കണ്ട് നിങ്ങൾ മറിയരുത്, ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കണം. 3-ന്റെ 1 പറയുകയാണ്. എന്താ 3-ന്റെ 1 പറയുന്നത്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന
ഇപ്പൊ ചിലരൊക്കെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അവരൊന്നും അല്ല കേട്ടോ. പേരിന് മുമ്പിൽ അപ്പോസ്തലൻ അവരല്ല, ഇതാ അപ്പോസ്തലൻ. ഏതാ? സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു കൊള്ളുക. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് ദൂത് പറയാനുള്ളത്, യേശുവിൽ നിന്ന് കണ്ണ് പറിക്കരുത്. യേശുവിൽ നിന്ന് എന്ത് കണ്ണ് പറിക്കുമോ ഈ വണ്ടി വീഴും, ഈ വണ്ടി മറിയും. ഇന്ന് പകൽക്കാലം യേശുവിലേക്ക് നോക്കുവാൻ അത്രേ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നു. 11-ാം അധ്യായത്തിൽ വരണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. 11-ാം അധ്യായത്തിൽ നീണ്ട കുറെ ലിസ്റ്റ് കൊടുത്തിരിക്കുക. ഏബേൽ തൊട്ട് അബ്രഹാം, യോസേഫ്, മോശ, ഇവരെല്ലാം വിശ്വസ്ത ദേവദാസന്മാരായിരുന്നു. പക്ഷെ 12-1 പറയുകയാണ്, അവരെ അല്ല നോക്കേണ്ടത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അബ്രഹാമിനെ അല്ല, മോശയെ അല്ല. അതെല്ലാം നല്ല എക്സാമ്പിൾ ആണെങ്കിലും നാം നോക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. അതിനാ അഭിഷേകം നമ്മൾ തന്നിരിക്കുന്നത്, അതിനാ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. എന്തിനാ? അന്യഭാഷ പറയാൻ മാത്രമല്ല, ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, കൈയടിക്കാൻ വേണ്ടി മാത്രമല്ല. അതിരിക്കട്ടെ, അതുകൊണ്ട്. എന്നാൽ അന്ത്യത്തോളം യേശുവിൽ നിന്ന് കണ്ണു പറിക്കാതെ യേശുവിനെ നോക്കാൻ അത്രേ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കർത്താവ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമാറാകട്ടെ. യേശു കർത്താവ് തിരുവചനത്തെ തിരിയേണ്ടതിനു വേണ്ടി അവരുടെ കണ്ണിനെ തുറന്നതുപോലെ ഈ ദിവസത്തിൽ കർത്താവ് തിരുവചനത്തെ തിരിയുവാൻ വേണ്ടി നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ബുദ്ധിയെ തുറക്കട്ടെ കർത്താവ്, നമ്മുടെ ബുദ്ധിയെ തുറക്കട്ടെ കർത്താവ്. അതിന്റെ ഭൗമികതയെ എന്ന് വിട്ടിട്ട് ജീസസിലേക്ക് നോക്കുവാൻ, ആ നിസ്തുല്യനായ, ആ വലിയവനായ, സ്വീകരിച്ച് നാം പറയുന്ന അപ്പോസ്തലനും വിശ്വസ്ത ഹല്ലേലൂയ സ്തോത്രം ദാസനുമായ പുത്രനുമായ ആ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. 2 എക്സാമ്പിൾ കണ്ടല്ലോ. മറിഞ്ഞു വീണ വണ്ടി, തന്റെ ചമച്ച ഭവനത്തിൽ സകലത്തിലും വിശ്വസ്തനായ ജീസസ്. ക്രിസ്തുവിലേക്ക് നോക്കണം. ക്രിസ്തുവിൽ നിന്ന് കണ്ടു പറിക്കരുത്. ഹല്ലേലൂയ. ഈ 2 എക്സാമ്പിൾ എന്നിട്ട് പറയുകയാണ്. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. 3:6. ഇബ്രായലേഖനം 3:6. അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം എന്ത് ചെയ്യണം? നാം തന്നെ അവന്റെ ഭവനമാകും. കണ്ടീഷനാണോ അത്? മുറുകെ പിടിച്ച് കൊള്ളണം. കണ്ടീഷനാ, നാം ചെയ്യേണ്ട കാര്യം. അത് കർത്താവ് ബലപ്പെടുത്തും. ക്രിസ്തുവിനെ നോക്കി അവസാനത്തോളം നമ്മുടെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം എന്ത് ചെയ്യണം? 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം ക്രിസ്തുവിന്. അത് കണ്ടീഷൻ അല്ലേ? അങ്ങനെ മുറുകെ പിടിച്ചു കൊണ്ടാൽ. ഇനി 4:14. ആകയാൽ നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളാൻ. 3 വാക്യങ്ങളുണ്ടോ? 3ലും പറയുന്നത് മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇതിനുവേണ്ടി ഉപവസിക്കണ്ടേ? ഇതിനുവേണ്ടി ഉപവസിക്കണ്ടേ? ഇതിനുവേണ്ടി ഉപവസിക്കണ്ട. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാൻ വേണ്ടി. കർത്താവേ, അവസാനത്തോളം വിശ്വസ്തനായി നിൽക്കാൻ വേണ്ടി എന്നെ ഓട്ടം ഇടയ്ക്ക് വെച്ച് പറഞ്ഞു പോകുന്നു. വണ്ടിയെ പോലെ ആകാതിരിക്കാൻ അവസാനത്തോളം മുറുകെ പിടിക്കാൻ കർത്താവിന് കൃപ നൽകണം. കർത്താവിന് കൃപ നൽകണം. ഇനി നമുക്ക് ഈ വാക്യങ്ങളിലേക്ക് ഒന്ന് പതുക്കെ വരാം. സ്തോത്രം.
എല്ലാ വാക്യങ്ങളും നമുക്ക് ധ്യാനിച്ചു പോകാൻ പറ്റുകയില്ല. പക്ഷെ നമ്മുടെ ചിന്ത ഇരിക്കുന്നത് നാം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം, ആദ്യ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, ഇത് അവസാനത്തോടെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഓക്കെ, നമുക്ക് ആ 7-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ ഏതാണെന്നറിയാമോ? സങ്കീർത്തനം 95. 95-ാം സങ്കീർത്തനം കോട്ട് ചെയ്തിട്ട് ഇവിടെ സംസാരിക്കുക. 95-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ്, നിങ്ങൾ കേൾക്കണേ, therefore just as the Holy Spirit says. 95-ാം സങ്കീർത്തനം എഴുതിയ ആരാ? പറഞ്ഞിട്ടില്ല. എന്നാ 4-7 വായിച്ചു. 4-7 ഇപ്രകാരത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. അപ്പൊ ആരാ എഴുതിയത്? അപ്പൊ 3-7 എങ്ങനെ വാസ്തവത്തിൽ പറയേണ്ടത്? അതുകൊണ്ട് ദാവീദ് അരുളി ചെയ്യുന്നത് പോലെ, അങ്ങനെയല്ലേ പറയണ്ടേ? പക്ഷെ എന്ത് പറയുന്നത്? അപ്പൊ ദാവീദ് പരിശുദ്ധാത്മാവ്, ദാവീദിൽ കൂടെ പരിശുദ്ധാത്മാവ് എഴുതി. നമ്മുടെ കയ്യിലുള്ള തിരുവചനമേ ഇത് ചുമ്മാ കളിതമാശുള്ള കാര്യമല്ല കേട്ടോ. അത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ പറയുന്ന അഭിപ്രായത്തെ നിങ്ങൾക്ക് നിരസ്കരിക്കാം, പക്ഷെ ഈ ദൈവത്തിന്റെ വചനത്തെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പിടിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദിസ് ഇസ് ഗോഡ്സ് വേർഡ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇത് ചുമ്മാ എഴുതിക്കൂട്ടിയ കഥകളല്ല പ്രിയരെ. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്നത്, ദാവീദല്ല ഇത് പറയുന്നത്, ഹോളി സ്പിരിറ്റ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഞാന് 3 കാര്യം ഇതിനോടുള്ള ചിന്തയിൽ പറയേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, തിരുവചനത്തെ എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് മെയിൻ ഓത്തർ. ചെറിയ ഓത്തർ അനേകരുണ്ട്. എന്നാൽ ഇവരെല്ലാം നിയോഗിച്ചത്, പ്രേരിപ്പിച്ചത്, ഇൻസ്പയർ ചെയ്തത് പരിശുദ്ധാത്മാവ്. 2, അവിടെ കൊടുത്തിരിക്കുന്ന 7-ാമത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു എന്നല്ല, ചെയ്യുന്നത് പോലെ എന്ന് പറയാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ മോശയുടെ കാലഘട്ടത്തിൽ സംസാരിച്ചു, ദാവീദ് എഴുതിയപ്പോഴും സംസാരിച്ചു, എബ്രായ ലേഖന കർത്താവ് എഴുതിയപ്പോഴും സംസാരിച്ചു, ഇന്ന് ഈ അൽക്കോറിന്റെ മീറ്റിൽ കർത്താവ് സംസാരിക്കുക. അതാ പറഞ്ഞ ദൈവത്തിന്റെ വചന ജീവനുള്ളതാണ്. ഇത് കഥയല്ല, ഇത് ഹിസ്റ്ററി അല്ല, ഇത് ജീവനുള്ളതാണ്, ചൈതന്യം കൊണ്ടുവരുന്നതാണ്. എനിക്ക് വിവേചിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ ആരും അറിയത്തില്ല. എന്നാൽ ഈ തിരുവചനം നമ്മളെ വിവേചിക്കും. ഈ തിരുവചനം നമ്മളെ വിവേചിക്കും. നമ്മൾ ആരാന്നുള്ളത് പൊള്ള അവസ്ഥ എടുത്ത് കാണിക്കും. ഈ ബാത്റൂമില് ഗ്ലാസ് കണ്ടിട്ടില്ലേ? ഗ്ലാസിന്റെ താഴെയില്ലേ വാഷ് ബേസിൻ? അങ്ങനല്ലേ? ഗ്ലാസ് ഇവിടെ വാഷ് ബേസിന് അപ്പുറത്ത് കൊണ്ട് വെക്കുമോ? എന്തിനാ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്? എന്തിനാ? ഗ്ലാസ്സിൽ കൂടെ കാണുന്നത് വെള്ളം കൊണ്ട് കഴുകാൻ. അതുകൊണ്ടല്ലേ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. മുഖം കാണുമ്പോ എന്തോ വൃത്തികളുണ്ടെങ്കിൽ ഉടനെ വെള്ളമുണ്ട്. തിരുവചനം ഇതുപോലെ. തിരുവചന കണ്ണാടി പോലെ എന്റെ ചിത്രം കാണിക്കുമ്പോൾ ഉടനെ എനിക്കുള്ളതല്ല, അവനുള്ളതാ, ഇവൾക്കുള്ളതാന്ന് പറഞ്ഞിരിക്കരുത്. അച്ഛൻ എന്റെ ഭാര്യക്കുള്ളതാ, എന്റെ ഭർത്താവിനുള്ളതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല അമ്മ. ഈ തിരുവചനം കാണിക്കുമ്പോൾ ഈ തിരുവചനത്തിന്റെ വെള്ളം കൊണ്ട് തന്നെ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ ഹൃദയത്തെ കഴുകണമേ, എന്റെ കഠിനമുള്ള ഹൃദയത്തെ അവിടുന്ന് കഴുകണമേ. കല്ലായുള്ള ഹൃദയത്തെ ഈ വെള്ളം ഒന്ന് നനച്ച്, കല്ലുള്ള ഹൃദയത്തെ ഒന്ന് ഉടച്ച് അവിടുന്ന് പണിയണമേ എന്ന് പകർത്താനും പ്രാർത്ഥിക്കുമോ? ചിലരോട് അവസാനം മുന്നറിയിപ്പായി ദൈവത്തിന്റെ ആത്മാവ് പറയുക, കഠിന ഹൃദയം കൊണ്ട് ഇനി അധികമാള് നിനക്ക് ഇരിക്കാൻ കഴിയുകയില്ല. ഈ വെള്ളം നിന്റെ ഹൃദയത്തിൽ നനയ്ക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക.
പരിശുദ്ധാത്മാവ് സംസാരിക്കുക. മറിഞ്ഞു പോകാതെ തന്നെ നീ സൂക്ഷിക്കുക. നിന്റെ ഹൃദയത്തെ കഴുകാൻ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. Hallelujah. Hallelujah. രണ്ട്, the living character of the scripture. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. പാസ്റ്റർ അല്ല, പാസ്റ്ററിന്റെ ശബ്ദത്തിലല്ല, പാസ്റ്ററിന്റെ ഒരു പരിപാടിയിലല്ല ഇരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അതിന്റെ ഭക്തിയോടെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഹൃദയത്തിന്റെ അകത്ത് ചെന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കണ്ടോ, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് തോന്നിയവായി തോന്നുന്നതല്ല പറയുന്നത്, വചനത്തെ കോട്ട് ചെയ്യുക. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ സംസാരിക്കുന്നത്. അല്ലാതെ എന്റെ മനസ്സിൽ വരുന്ന ഒരു അഭിപ്രായമല്ല ഇവിടെ പറയാൻ പോകുന്നത്. എനിക്കെന്തോ തോന്നിയതല്ല, എന്റെ അനുഭവങ്ങളല്ല. തിരുവചനത്തെ കോട്ട് ചെയ്ത് പറയുക. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ ഇടപെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ സംസാരിക്കുക കേട്ടോ. മൂന്ന് കാര്യം നമ്മളിത് പഠിക്കണം. മനുഷ്യന്റെ ഇൻട്രസ്റ്റോ മനുഷ്യന്റെ അഭിപ്രായമോ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുന്നതോ ഒന്നും അല്ല. നോ, അത് നമുക്ക് വേണ്ട. തിരുവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം നമ്മളോട്. എന്താ പറയുന്നത്? 8-ാം വാക്യം. ഇന്ന് നിങ്ങൾ മതി. ആ ഇന്ന് തന്നെ പറയാൻ എത്ര ഉണ്ടെന്ന് അറിയാമോ? ഈ ഇന്ന് തന്നെയുള്ള വേർഡ് 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കഴിയും. മോശയുടെ സമയത്ത് ഇന്ന് നിങ്ങൾ, ദാവീദിന്റെ സമയത്ത് ഇന്ന് നിങ്ങൾ, എബ്രായ ലേഖന കർത്താവ് കത്തെഴുതുമ്പോൾ ഇന്ന് നിങ്ങൾ. ഈ ഡിസംബർ മാസം അവസാനം അൽക്കോറിനുള്ള ദൈവമക്കളോട് പറയും ഇന്ന് നിങ്ങൾ. അർത്ഥം അറിയോ? കർത്താവ് ഒരവസരം കൂടെ തരുക, ഒരവസരം കൂടെ തരും. നാളത്തേക്ക് വെക്കരുത് കേട്ടോ, എന്റെ പൊന്നച്ച, നാളത്തേക്ക് വെക്കരുത്. ഇന്ന് today is the day. It's God's grace. It's God's grace. ദൈവം ഇന്ന് ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത്, ഇത് നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് വന്നതല്ല. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത് ഒരു ആക്സിഡന്റ് അല്ല. ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ ആലോചന നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞിട്ടില്ല, ഇന്നൊരു അവസരം നിനക്ക് തരാൻ പോകും. മടങ്ങി വരാൻ, ഹൃദയം തകർന്നു മടങ്ങി വരാൻ ഇന്നൊരു അവസരം. one more chance. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം, അത് രണ്ടർത്ഥത്തിൽ എടുക്കാം. അവന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം. അപ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ ശബ്ദം. അപ്പോൾ തന്നെ അവന്റെ ശബ്ദം എന്ന് അവിടെ ഉദ്ധരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആരാ സംസാരിക്കുന്നത്, അരുളി ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എന്തോ സംബോധന ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്തുവാ? ശക്തിയല്ല. ആരാ? പാട്ട് പാടുമ്പോ വരും, പാട്ട് പാടുമ്പോ പോകുന്ന ഒരു ശക്തിയല്ല കേട്ടോ. പ്രസംഗത്തിന്റെ കൊഴുപ്പിൽ വരുന്ന ഒരു കാര്യമല്ല ഇത്. എന്റെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യം വേണം. അത് വേണം നമുക്ക്. നമ്മുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അതല്ല പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനായ പേഴ്സണാണ്, വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ദുഃഖം വരും. പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നത് വചനത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അയക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്ന, വ്യക്തിത്വം ചെയ്യുന്ന കാര്യത്തെ ചൂണ്ടിക്കാണിപ്പിക്കുക. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. അതിനിടയ്ക്കാണ് പലരും കൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ. ഞാൻ കൽപ്പിക്കുന്നു, ഇറങ്ങി വാ. ബോധമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ എനിക്ക് കൽപ്പിക്കാൻ ഞാൻ ആരാ? പണ്ട് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോസ്തലർ 8-ാം അധ്യായം അറിയോ പേര്? ഫിബിയൻ. സ്നാനപ്പെട്ടു ഭാഷണം ഇവിടെ നടക്കുന്നുണ്ട്. ഭയങ്കര വിശ്വാസമാണ്. യെരുശലേമിൽ കുറെ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പത്രോസിനിടയ്ക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്ക് വേണം. പത്രോസ് പൈസ വാങ്ങിച്ച പ്രൈസോടെ തന്നെ പറഞ്ഞത്, നീയും നിന്റെ പണവും പോകും.
ഇതിനെന്തിനാ പൈസ കൊടുത്തത്? എന്തിനാ ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ വിചാരിച്ചത്? ഇവന്റെ ഇഷ്ടം യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ യൂസ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ദാവീദിനെ യൂസ് ചെയ്ത് ഈ തിരുവെഴുത്ത് നമ്മളെ എഴുതി തന്നതുപോലെ, എബ്രായ ലേഖന കർത്താവിനെ യൂസ് ചെയ്ത് ഈ തിരുവെഴുത്തുകൾ നമുക്ക് തന്നതുപോലെ, എന്നെ പരിശുദ്ധാത്മാവ് യൂസ് ചെയ്ത് ഇന്ന് ഈ പ്രസംഗം പ്രസംഗിക്കുന്നത് പോലെ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അടുത്തത് മരുഭൂമിയിൽ വെച്ച് പരീക്ഷ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? 9ാമത്തെ വാക്യം, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എത്ര ആണ്ടാ പ്രവൃത്തി കണ്ടത്? 40 വർഷം പ്രവൃത്തികളുണ്ട്. 40 വർഷം പ്രവൃത്തി കണ്ടു. എത്ര വർഷം ദൈവത്തിന്റെ ശബ്ദം കേട്ട്? 40 വർഷം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. 40 വർഷം ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. സ്തോത്രം. ഇത്രയും വർഷം ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഇവരെ ഇന്നൊന്ന് വിളിച്ച് നമ്മുടെ 31ാമത്തെ മീറ്റിംഗ് വിളിച്ചൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ നിൽക്കുമോ? സാക്ഷ്യം എവിടെയും 12 മണിയായാലും തീരത്തില്ല സാക്ഷ്യം. സാക്ഷ്യം പറഞ്ഞേ. പ്രൈസലോട് ഞങ്ങള് മിസ്രൈമിന്റെ പ്രദേശത്ത് നിന്ന് ഞങ്ങളിങ്ങനെ മരുഭൂമിയുടെ പ്രദേശത്തേക്ക് നമ്മള് സാക്ഷ്യം പറയുന്ന പോലെ 40 വർഷം കാലത്ത് നടന്നു. കർത്താവ് ശ്രേഷ്ഠമായി അത്ഭുതകരമായി ഞങ്ങൾ എന്ത് ചെയ്തു? നടത്തി. മഞ്ഞ തന്നു, ഇറച്ചി തന്നു, വെള്ളം തന്നു, മാറയെ എന്ത് ചെയ്തു? മധുരമാക്കി. പാറയെ സാക്ഷിയൊക്കെ കേട്ട് വിട്ടായിരിക്കാൻ പറ്റുമോ? നീട്ടി അല്ലല്ലേ അങ്ങ് പറയുന്നു. പക്ഷെ കർത്താവ് വന്നിട്ട് പറയും 4:2 കേട്ട വചനം അവർക്ക് എന്തായില്ല? അവർക്ക് എന്തായില്ല? പക്ഷെ ഇവരെന്താ പറയുന്നത്? 31ാം തീയതി എന്ത് പറയുന്നത്? 40 വർഷം ഞങ്ങൾ വചനം കേട്ടവരാ കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ചെറിയ പുള്ളികളൊന്നുമല്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് ഒരു പ്രയോജനം. നമ്മൾ പറയുന്നത് സാക്ഷിയൊന്നുമല്ല. ദൈവം നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? 40 വർഷം കേട്ട പുള്ളികൾ പറയുന്നത് ഞങ്ങള് ചെറിയ ബന്ധുക്കോസൊന്നുമല്ല, 40 വർഷമായിട്ട് ഇതില്ല. കർത്താവ് പറഞ്ഞത് കുഞ്ഞെ ഒരു ഉപകാരമായി. 40 വർഷമായിട്ട് ഞങ്ങൾ പ്രവൃത്തി കണ്ടതാ. കർത്താവ് ഒരു പ്രയോജനമില്ല. മത്സരികളായിരുന്നു 40 വർഷം മത്സരികൾ. ഞാനിത് വളരെ വേദനയോടായി പറയുന്നത് കേട്ടോ. നമ്മുടെ സാക്ഷ്യം ദൈവത്തിന്റെ സാക്ഷ്യം. 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് ആ തലമുറയുടെ എന്തായിരുന്നു? എത്ര വർഷം വരെ നീരസമായിരുന്നു? 2-3 വർഷം വന്നു അല്ല. നോക്കിക്കേ 17ാമത്തെ വാക്യം 3:17. 40 ആണ്ട് എനിക്ക് 40 ആണ്ട് എന്ത് ചെയ്തു? 40 ആണ്ട് ദൈവം അവരോട് ക്രോധിച്ചു. പക്ഷെ മന്നയ്ക്ക് എന്തിനു കുറവുണ്ടായിരുന്നു? ജോലി വല്ലതും പോയോ? വിസ കറക്റ്റ് അടിച്ചില്ല. എല്ലാ വർഷവും അടിച്ച്. ജോലിക്ക് കയറ്റം കിട്ടിയില്ലേ? കിട്ടി. ഇനി ഒന്നുകൂടെ പറയാം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ? കിട്ടി. 106 സങ്കീർത്തനം നിങ്ങൾ എന്നെ വല്ലാതെ നോക്കുന്നു. 106 സങ്കീർത്തനം അതിന്റെ 15ാമത്തെ വാക്യം. അവർ അപേക്ഷിച്ചതൊക്കെ അപ്പൊ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയോ? കിട്ടി. പക്ഷെ അടുത്ത വാക്യം നോക്കിക്കേ, എങ്കിലും അവരുടെ പ്രാണന്. ഇത് പറഞ്ഞാല് അപേക്ഷിച്ചതല്ല, കിട്ടിയെങ്കിലും സന്തോഷമില്ല. ജോലിക്കയറ്റം കിട്ടി, സാലറിയും കൂടി, ഖത്തറിൽ നമ്മൾ വിചാരിക്കുന്നതിനായിട്ട് കൂടുതൽ വർഷം നിൽക്കുകയും ചെയ്തു. പക്ഷെ അകത്തൊരു സന്തോഷമില്ല, കുടുംബജീവിതത്തിലൊരു സന്തോഷമില്ല.
ഇവിടെ ഇങ്ങനെ വരുമ്പോ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോയി കഴിയുമ്പോ ആള് വേറെ. അപേക്ഷിച്ചത് കിട്ടി. എന്താ അറിയോ ക്ഷയം വന്നത്? കാരണം കിട്ടാൻ വേണ്ടി മാത്രമേ അപേക്ഷിച്ചുള്ളൂ. ദൈവത്തെ കിട്ടാനല്ല, ദൈവം തരുന്നത് കിട്ടാൻ വേണ്ടി മാത്രം. ദൈവമല്ല, ദൈവം വേണ്ട, ദൈവം തരുന്നതുണ്ടോ? ഒരു ശതമൊന്നും ഏക്കാതെ ഞങ്ങളെ ഈ മരുഭൂമിയിലൊന്നും മര്യാദയ്ക്ക് അങ്ങ് കൊണ്ടുപോയാൽ മതി. അങ്ങല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ കാളക്കുട്ടി ഉണ്ടെന്നേ. അങ്ങ് ഒരു നിമിഷം കൊണ്ട് പോയി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുന്ന കാളക്കുട്ടിയെ ഞങ്ങൾ എടുത്തു വാങ്ങും. ഞങ്ങൾക്ക് മാറ്റുന്നതിനൊരു വിഷയം. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ചില പുള്ളികള് ഈ സംഖ്യാപുസ്തകത്തിലുണ്ട്, 13-ാം അധ്യായം തോന്നുന്നു, അവിടെ അതിന്റെ ഇടയ്ക്ക് ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇനി തിരിച്ച് മിസ്രൈമിലേക്ക് പോകാം. നമ്മുടെ ഇടയ്ക്ക് തന്നെ ഒരു ലീഡറിനെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് മിസ്രൈമിലേക്ക് പോകാം. കണ്ടോ? അവർക്ക് കർത്താവിന്റെ വാഗ്ദത്തമോ കർത്താവിനെയോ അല്ല, ഇവർക്ക് കാര്യങ്ങൾ എങ്ങനെയും നടന്നു. എപ്പോഴും തൊട്ടാ ഇവര് മത്സരിച്ച് തുടങ്ങിയത്? ഞാൻ കുറെ കാലം ചിന്തിച്ചത് ആ പർവ്വതത്തിൽ നിന്ന് മോശ ന്യായപ്രമാണം എടുത്തുകൊണ്ട് വരുന്ന ആ സമയത്താണ് മത്സരിച്ചത്. അല്ല, ഈ 106 സങ്കീർത്തനത്തിൽ നോക്കിക്കേ, എന്ന് തൊട്ടാ ഇവര് മത്സരിച്ച് തുടങ്ങിയത്? എവിടെ തൊട്ടാ? അതിന്റെ 7-ാമത്തെ വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെ നിന്റെ മഹാദയെ ഓർക്കാതെ കടൽക്കരയിൽ ഒരു മിനിറ്റ്, എവിടെ വെച്ചാ മത്സരിക്കാൻ തുടങ്ങിയത്? കടൽക്കരയിൽ വെച്ച് മത്സരിച്ചു. അടുത്തത് എന്നിട്ടും ഞാൻ പറയട്ടെ, നമ്മള് പാടാറില്ലേ ഒരു പാട്ടില്ലേ, എങ്ങനെ? അതല്ല, എന്തുവാ, പിന്നിൽ വരുന്ന ചെങ്കടൽ ഏതോ ഓർമ്മയുണ്ട്. പറവോനും സൈന്യവും ചെങ്കടലിൽ പറവോനും സൈന്യവും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പറവോനും സൈന്യത്തിനോട് ഇവര് മുങ്ങി പോവേണ്ടതല്ലേ? എന്തൊരു യോഗ്യത ഉണ്ട് അവർക്ക്? എന്തൊരു യോഗ്യത ഉണ്ട്? കടൽക്കര വെച്ച് മത്സരിച്ചവരും പുറകെ വരുന്ന ഫറവോനുമായിട്ട് എന്തോ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. പുറകെ വരുന്നവര് മത്സരിക്കുന്നുണ്ട്, ഈ കടൽക്കര ഇരിക്കുന്നവർ മത്സരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അപ്പച്ചനമ്മച്ചൊക്കെ പ്രാർത്ഥിച്ചതിന്റെ ബലമാണ് നമ്മൾ കടൽക്കര അങ്ങ് അപ്പുറത്ത് പോയത്. പിന്നെ നമ്മുടെ വിശുദ്ധി, നമ്മുടെ വിശ്വസ്തത അതൊന്നുമല്ല. എന്നിട്ടും ഈ 2024 കർത്താവ് നിന്നെ കാണിച്ചു. ഈ ദിവസം എന്നിട്ടും ദൈവത്തിനെ കാണിച്ചു. അവൻ തന്റെ ശക്തിയും വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. എന്തിനാ രക്ഷിച്ചത്? ഇവരിൽ എന്തെങ്കിലും ഒരു ഗുണം കണ്ടിട്ടാവും? തന്റെ നാമ നിമിത്തം മാത്രം. ചെങ്കടലൊക്കെ കർത്താവ് വളരെ ശക്തിയോടെ വിഭാവിച്ചു. 9-ാമത്തെ വാക്യം, തന്റെ നാമം നിമിത്തം. അത് മുമ്പോട്ട് വായിച്ചോ. അവൻ ചെങ്കടനെ ശാസിച്ചു. അല്ലല്ല, 8-ാം വാക്യം ഒന്നുകൂടെ മുമ്പോട്ട് വായിച്ചു. എന്നിട്ടും അവൻ തന്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമ നിമിത്തം അവരെ രക്ഷിച്ചു. തന്റെ നാമ നിമിത്തം എന്താണ്? അവരെ രക്ഷിച്ചു. എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഇവരെ രക്ഷിക്കാൻ? ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, പറവോനും സൈന്യത്തിന്റെ കൂടെ ഇവരെ കൂടെ വെള്ളത്തിലിട്ടാൽ ആരെങ്കിലും ചോദിക്കും എന്തിനായിട്ടാണ്? ഉണ്ടോ? കർത്താവിന് പറയുന്നുണ്ട്, ഇവരിൽ കടൽക്കരയിൽ മത്സരിച്ചവർ. എന്നിട്ടും തന്റെ ശക്തി വെളിപ്പെടുത്താനും തന്റെ നാമ നിമിത്തം എന്ത് ചെയ്തു? അവരെ രക്ഷിച്ചു. അടുത്തത്, അവൻ ചെങ്കടനെ ശാസിച്ചു. അവൻ ചെങ്കടലിനെ എന്ത് ചെയ്തു? ശാസിച്ചു. അടുത്തത്, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി അവരെ നടത്തി. അവൻ പകയുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വരികളെ മൂടിക്കളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു. അവിടെ വേറെ അപ്പോൾ അവർ അങ്ങനില്ല. 12-ാമത്തെ വാക്യം അങ്ങനെ ഉള്ളില്ലേ? അപ്പോൾ അവർ അവന്റെ വചനങ്ങൾ എന്ത് ചെയ്തു? എപ്പോ? പ്രവൃത്തി കണ്ടപ്പോൾ. പ്രവൃത്തി കണ്ടാലും ഇവർ വിശ്വസിക്കത്തുള്ളൂ.
അങ്ങനെ ഒരു തലമുറയിലേക്ക് നമ്മൾ വന്നിരിക്കും. എന്തൊരു ഒരു പ്രവൃത്തി കാണും. അവന്റെ വചനങ്ങളെ വിശ്വസിക്കത്തില്ല, അവന്റെ വചനങ്ങളെ കൈക്കൊള്ളത്തില്ല. ഒരു പ്രവൃത്തി കാണണം, ഒരു പ്രവൃത്തി കാണണം. പ്രവൃത്തി കണ്ട് അവനെ വിശ്വസിച്ചു. അതിന്റെ അടുത്ത് എന്താണ്? 12ാമത്തെ വാക്യം ഇങ്ങോട്ട് വായിച്ചു. എങ്കിലും അവർ വേഗത്തിലാണ് പ്രവൃത്തികളെ മറന്നു. എങ്കിലും അവർ വേഗത്തിൽ അവരുടെ പ്രവൃത്തി എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. 44ാമത്തെ വാക്യം. അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കർത്തവ്യത്തെ കടാക്ഷിച്ചു. അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു. തന്റെ നിയമത്തെ ഓർത്ത്, അവരെ ഓർത്തല്ല, തന്റെ നിയമത്തെ ഓർത്ത് അവരെ രക്ഷിച്ചു. എന്താ ഇവർക്ക് പറ്റിയത്? ഇനി മടങ്ങി വരാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 9ാമത്തെ വാക്യം, നമ്മള് 8ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയും. മരുഭൂമിയിൽ പരീക്ഷ ദിവസത്തിൽ മത്സരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം. അടുത്തത്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടു. ഇനി ഈ 105 സങ്കീർത്തനത്തിൽ പ്രിയരെ ഒന്ന് വരണേ. 105 സങ്കീർത്തനം. And Psalm 105. Sorry. Psalm 103. 103 സങ്കീർത്തനം. അതിന് 7ാമത്തെ വാക്യം. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ. വ്യത്യാസം കണ്ടോ? മോശെ കാണിച്ചത് പ്രവൃത്തിയല്ല, മോശെ കാണിച്ചത് എന്തുവാ? വഴി. ഇസ്രായേൽ മക്കളെ കാണിച്ചത് എന്തുവാ? എന്താണ് അങ്ങനെ കാണിച്ചത്? കാരണം ഇസ്രായേൽ മക്കൾക്ക് വഴി കാണുന്ന താല്പര്യമൊന്നുമില്ല. അവർക്ക് എന്ത് കാണണം? പ്രവൃത്തി മാത്രം കണ്ടാൽ. എന്താ പ്രവൃത്തി? അത് ഫില്ലിന്റെ ബ്ലാങ്ക്സ് നമ്മളെ കിട്ടും. അവർക്ക് പ്രവൃത്തി മാത്രം കണ്ടാൽ മതി. പക്ഷെ മോശയ്ക്ക് പ്രവൃത്തിയല്ല, മോശയ്ക്ക് കാണേണ്ടത് ദൈവത്തിന്റെ വഴിയാണ്. ഈ 2024 നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് അവിടുന്ന് അവസരം തന്നു. പ്രവൃത്തി കണ്ടില്ലെങ്കിലും I want to see your way. അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ, അവിടുത്തെ ഹിതം എന്നെ കാണിക്കണമേ, അവിടുത്തെ മഹത്വം എന്നെ കാണിക്കണമേ. യേശു ആരാന്ന് കാണിക്കണമേ, യേശുവിന്റെ ഇഷ്ടം എന്താണെന്ന് കാണിക്കണമേ. എന്റെ ഇഷ്ടം നടക്കല് കർത്താവേ, ഇഷ്ടം മാത്രം നടക്കണം. സ്തോത്രം. പാട്ടുകാര് പാടുന്നില്ലേ? അന്ധകാര ഭീതികളോ പാടിക്കുന്നത്. അതെനിക്ക് ആശീർവാദം എന്ന് പാടിയാൽ പോരാ പ്രിയരെ. നിന്റെ വഴികളെ എന്നെ കാണിക്കണമേ. നീ കൽപ്പിച്ചാലും അത് എനിക്ക് മതി. അത് ധാരാളമാണ്. പ്രവൃത്തി കണ്ടാലും കണ്ടില്ലെങ്കിലും, അത്ഭുതം കണ്ടാലും കണ്ടില്ലെങ്കിലും, വിടുതൽ നടന്നാലും നടന്നില്ലെങ്കിലും, Lord show me your way. അവിടുത്തെ വഴിയെ എന്നെ കാണിക്കണമേ, അവിടുത്തെ ഇഷ്ടത്തെ കാണിക്കണമേ, ജീസസിനെ കാണിക്കണമേ. ഒന്ന് കരയണം പ്രിയരെ, ഒന്ന് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ദൈവസന്നിധിയിലേക്ക് വരണം പ്രിയരെ. ഒരു തകർന്ന ഹൃദയത്തോടെ, ഒരു മാനസാന്തരത്തോടെ അവിടുത്തെ വഴിയെ എന്നെ കാണിക്കണമേ. മോശയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെ Lord show me. Hallelujah. അവിടുന്ന് തരുന്ന നന്മകളെ സ്നേഹിച്ച് 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 പ്രവൃത്തികൾ മാത്രം കണ്ടുകൊണ്ട് മടുത്തു പോകുന്ന ഈ തലമുറയെ നോക്കി കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഈ പ്രവൃത്തികൾ അല്ല, അടയാളം അല്ല, ദൈവത്തിന്റെ ഹിതം കാണുവാൻ എന്റെ കണ്ണിനെ തുറക്കണമേ. എന്റെ ഗീതം
വഴി എന്നെ കാണിക്കണമേ. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ വരരുത്. കർത്താവ് പ്രവർത്തികൾ കാണിച്ചെന്ന് വരാം, അത്ഭുതങ്ങൾ നടത്തിയെന്ന് വരാം, തിന്നാൻ തന്നെന്ന് വരാം, മക്കളെ മാനിച്ചെന്ന് വരാം, പഠിത്തം നന്നായി എന്ന് വരാം. പക്ഷെ ദൈവം നീരസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദൂത് ഇന്ന് പകൽക്കാലം എത്ര പേര് ഏറ്റെടുക്കും? എന്നോട് നീരസമാണെങ്കിൽ അവിടുത്തെ വഴിയെ എന്നെ ഒന്ന് കാണിക്കണമേ. ഒരു തകർച്ച ഹൃദയത്തോടെ, ഒരു മാനസാന്തരത്തോടെ മടങ്ങി വരാൻ ദൈവമക്കളെ ഈ പ്രാർത്ഥന അതിനു വേണ്ടി ആകട്ടെ. പ്രവർത്തികൾ അനേകം ഞാൻ കണ്ടിട്ടും അവിടുത്തെ വഴിയെ ഇതുവരെ ഞാൻ കണ്ടില്ലെന്നോ എന്നോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞാൻ റെട്ടിലും വെണ്ണീരിലും എന്നെ തന്നെ താഴ്ത്തി മാനസാന്തരപ്പെട്ട് അവിടുന്ന് വരുന്നു. ഞാൻ കേവലം നിന്നെ കുറിച്ച് കേട്ടതേ ഉള്ളൂ, എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു എന്ന് ഈയോബിനോടുകൂടെ പത്രോസിന്റെ പടകിനെ നിറച്ചു. പ്രവർത്തി കണ്ട പത്രോസ് യേശുവിനെ കാൽക്കൽ വിളിട്ട് പറയുക, എന്നെ വിട്ട് കടന്നുപോ, ഞാൻ പാപിയായ മനുഷ്യൻ. യേശു അവനോട് നോക്കി പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പ്രവർത്തി കണ്ടവൻ പറയുകയാണ്, എനിക്ക് പ്രവർത്തിയല്ല, അവിടുത്തെ വഴി, അവിടുത്തെ വഴി എന്നെ കാണിക്കണം. പക്ഷെ ഈ പടക് നാളെ കാലിയാകും. എനിക്ക് പടക് നിറച്ച് പോകാനല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ കാൽക്കൽ വീഴുന്നു, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ. ഞാൻ നിന്റെ പ്രവൃത്തിയെ മാത്രം സ്നേഹിച്ചവനാണ്. എന്നെ നിന്റെ വഴി കാണിക്കണമേ. യേശുവിന്റെ കാൽക്കൽ ഒന്ന് വീഴാം. എന്താ തകർച്ച വന്നത്? 40 ആണ്ട് പ്രവൃത്തികളെ കണ്ടെങ്കിലും വഴിയെ കണ്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? മരുഭൂമിയിൽ പെട്ടുപോയി. ദൈവം പറഞ്ഞ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഒരു സ്വസ്ഥത നമുക്ക് ഉണ്ട്. ഒരു നിത്യ സ്വസ്ഥത ഇപ്പോഴും പ്രവേശിക്കാൻ ഇന്ന് കർത്താവിനടുക്കൽ മടങ്ങി വരുന്നവർക്ക് ഒരിക്കൽ ഈ ആത്മീക സ്വസ്ഥത ഇപ്പോൾ അനുഭവിക്കാൻ കഴിയും. പ്രതികൂലത്തിന്റെയും സാഹചര്യത്തിന്റെ മധ്യത്തിലും യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ഒരു ആത്മീക സ്വസ്ഥത ഇപ്പോൾ അനുഭവിക്കാൻ കഴിയും. എന്നാൽ അന്ത്യത്തോളം ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിച്ചു കൊണ്ടാൽ ആ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിക്കാം. എന്താ വേണ്ടത് നമുക്ക്? I want to enter into your rest. Amen. I want you, Lord. ഒരു കാര്യം ഞാൻ ദൈവത്തോട് പറയാം. പുതിയ നിയമത്തിന്റെ പ്രോസ്പെരിറ്റി പണമല്ല. പുതിയ നിയമത്തിന്റെ പ്രോസ്പെരിറ്റി ഞാൻ യേശുവിനെ എത്ര എന്റെ ഉള്ളിലാക്കി. How much Jesus is in me. How much more I'm looking like Jesus. ഞാൻ യേശുവിനെ പോലെ എത്രയായി തീർന്നു എന്നതാണ് true spiritual prosperity. Amen. അതിന്റെ വഴി അറിയാം. ഇന്ന് പകൽക്കാലം നമ്മളെ സമർപ്പിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർക്ക് വഴി അറിയാവുന്നത്? എന്തുകൊണ്ടാണ് ഇവര് അവിശ്വസ്തത കാണിച്ചു പോയത്? ആ തലമുറയിൽ എനിക്ക് നീരസമുണ്ടായിരുന്നു. എന്താ? 4:2 പറയുകയാണ്, കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ എന്തായി വന്നില്ല? ഉപകാരമായി വന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ എന്തില്ലായിരുന്നു? ഫെയ്ത്ത്, വിശ്വാസമില്ലായിരുന്നു. എന്തുള്ള വിശ്വാസം? ഇന്ന് വിശ്വാസം എന്ന് വ്യാഖ്യാനിക്കുന്നതൊക്കെ ഭയങ്കര വല്ലാതാണ്. ഇന്ന് വിശ്വാസം വ്യാഖ്യാനിക്കുന്നത് എന്തോ ഒരു ഫോഴ്സ് പോലെ. അതായത് ഒരു 4 വട്ടം പറയുമ്പോൾ കിട്ടും. അതല്ല വിശ്വാസം.
ഒരു ഫോഴ്സ് അല്ല, എന്തോ കിട്ടാനുള്ള കാര്യമല്ല വിശ്വാസം. എന്താ ഈ വിശ്വാസം? യൂദയുടെ ലേഖനത്തിൽ പറയുകയാണ്, ഒരിക്കലായി വരമേൽപ്പിച്ച അതിവിശുദ്ധ ഹോളി ഫെയ്ത്ത്. എന്താ, എവിടെ വിശ്വസിച്ചിരിക്കുന്നത്? എന്തിനാ വിശ്വസിച്ചിരിക്കുന്നത്? എന്തെങ്കിലും കാര്യം കിട്ടാനുള്ള വിശ്വാസമാണ് അല്ല. We have put our faith in Jesus, in a person. ഒരു വ്യക്തിയിലാണ് നാം വിശ്വാസം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സാധനങ്ങളെ കാര്യങ്ങൾ കിട്ടാനുള്ള അല്ല, ഒരു ഫോഴ്സ് അല്ല ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒരു മാജിക് ടെക്നിക്കല്ല വിശ്വാസത്തോടെ കൽപ്പിക്കപ്പെടുന്നത് അത് കിട്ടും. എന്ന് പറയുന്നത് വിശ്വാസത്തോടെ കല്ലെറിഞ്ഞു, ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടി. കാണുന്നവരെല്ലാം കല്ലെറിയുക. ഇങ്ങനത്തെ ഉള്ള ബാഡ് എക്സാമ്പിൾസിലേക്ക് നമ്മൾ പിന്നെ പോകണം. ദൈവത്തിന്റെ ഇത് ആദ്യം കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അത്രയും അല്ലേ? വാട്ട് ഇസ് ഫെയ്ത്ത്? നമ്മൾ സ്വീകരിച്ചത് എന്താണ്? ആ 3:1 അവിടെ ക്ലിയർ ഇല്ലേ? എന്താണ് 3:1? അതുകൊണ്ട് വിശ്വസ്ത സഹോദരന്മാരെ എങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത്? നമ്മളെ സ്വർഗീയ വിളി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ പേര് നമുക്ക് സ്വർഗത്തിലോട്ട് പോകണം, നമുക്ക് തിരിച്ച് വിശ്രമിച്ചിട്ട് പോകാം. അതിനുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രാസംഗികന്മാരെ ഒരുക്കുന്നത് വിശ്വാസികൾ തന്നെ അല്ലേ? ചെറുതിന് വേണ്ടി വായിച്ചു 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. പത്യോപദേശത്തിൽ എന്ത് ചെയ്തില്ല? ആ വേർഡ് നല്ല വേർഡ്. എന്താ? കുറച്ച് ദിവസം പൊറുത്തിരിക്കും, പിന്നെ തീരും, പൊറുക്കത്തില്ല. പൊറുക്കാതെ അടുത്തത് രസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കണം. ഇഷ്ടമുള്ളത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേൾപ്പിക്കും. പാസ്റ്റർ വർഗീസ് എന്ന് പറഞ്ഞ ദേവദാസന് ഞങ്ങളൊരു മീറ്റിംഗ് വന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടുക്കുന്നു. ദൈവസഭ ഹോട്ടലാണോ ഹോസ്പിറ്റലാണോ? പുള്ളി ചോദിച്ചത്. ദൈവസഭ ഹോട്ടലാണോ ഹോസ്പിറ്റലാണോ? ഹോട്ടൽ എന്തുവാ? നമ്മൾ പറയുന്ന സാധനം കൊണ്ടുപോകും. ഹോസ്പിറ്റലോ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കിട്ടത്തില്ല. അവർക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്താണ്. അപ്പോൾ ഹോസ്പിറ്റലാ ദൈവസഭ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതല്ല. ഇവിടെ തിരുവചനം ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിന്റെ ഹിതമാണ് വെളുപ്പിച്ച് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഞങ്ങളെപ്പോലുള്ള പ്രാഥമികമാർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നില്ലെങ്കിൽ നിങ്ങൾ പിണങ്ങും. അവിടെ നിങ്ങളെ പിണക്കിയ പേരിട്ട് ഞങ്ങളുടെ കാര്യം നടക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ മാറി ഞങ്ങൾ ഓട്ടനാണ്. എന്തോ വേണ്ട അച്ഛൻ, എന്തോ വേണ്ട അച്ഛൻ, കുഴപ്പമില്ല. പടക്കൂതിയുള്ള അച്ചാനെ സൂപ്പിലാക്കി പോളിഷ് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. പുള്ളി പടക്കൂതിയുണ്ട്, പുള്ളി വിചാരിക്കുന്ന രോഗത്തിൽ പോകുന്ന. ഹോസ്പിറ്റൽ അതിന് നേരെ കാര്യം പറയും. അച്ഛാൻ്റെ കൂടി പണക്കൊതി കേട്ടോ, അത് മാറണമെന്ന് പറയും. അതിനുള്ള ആഹാരം കൊടുക്കും. പണക്കൊതിയും പോവും, പുള്ളി തുറക്കത്തിയും പോവും. നിങ്ങൾ കാര്യം പിടി കിട്ടിയോ? നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനല്ല നിയമസഭയിൽ ഉൾപ്പിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇത് കേൾക്കണം. അങ്ങനെ പ്രാർത്ഥികളെ 2020 എനിക്ക് ഇഷ്ടമുള്ളത് കേൾക്കേണ്ട അർത്ഥം. എനിക്ക് അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ വഴിയില്ല. അതിനുവേണ്ടി അവിടുത്തെ ദാസന്മാരുടെ ഹൃദയത്തെ അവിടെ സ്പർശിക്കണം. അവർ നാളോട് കൂടി ഇരിക്കണം. അവർ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് അവിടുത്തെ വചനത്തിൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് ദൂത് വെളിപ്പാടിൽ കൂടെ പറയണം. ഞങ്ങളുടെ ദാസന്മാരെ, സഹോദരന്മാരെ, വരുന്ന പാസ്റ്റർമാരെ അവിടുത്തെ അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്ത് വരുന്നത് കർത്താവേ അതൊന്ന് പറയണം, അതൊന്ന് പറയണേ. വാട്ട് ഈസ് യുവർ വിൽ? അപ്പം വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്ത് അത് ആയിട്ട് 3:17-18 പാപം ചെയ്തവരോടല്ലയോ? പാപം ചെയ്തു. എന്തുകൊണ്ടാണ് വണ്ടി പറഞ്ഞു പോയത്? പാപം ചെയ്തു. 40 സംവത്സരം മന്നയും കഴിച്ചു. അപ്പൊ എന്റെ കൂടെ എന്തും ചെയ്തു? പാപം ചെയ്തു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടു അനുസരണം കേട്ടവരോടല്ല. അടുത്തത് എന്താണ്? അനുസരണക്കേട്. പാപം ചെയ്തു, അനുസരണക്കേട്. 3:8-9
അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു 40 ആണ്ട് 40 ആണ്ട് അവൻ എന്റെ പ്രവർത്തനം കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരൊന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരൊന്നും. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു മാനസാണ്, ഒരു മടങ്ങി വരും. പിന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയത് എപ്പോഴും തെറ്റിപ്പോകും. സ്തോത്രം. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. അടുത്തത്, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്നു ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. അപ്പം ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം ഇസ്രായേലിന്റെ ചരിത്രം കേട്ടോ. അപ്പൊ നമ്മൾ ആശ്വസിക്കില്ല, സ്തോത്രം, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനല്ല. 12ാമത്തെ വാക്യം നോക്കിക്കേ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിക്കാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഹൃദയത്തിൽ. ഞാനൊരു കാര്യം ഇവിടെ പറയാം. ആലയത്തിൽ വരുന്നുണ്ട്, ആ കൈ അടിക്കുന്നുണ്ട്, മുറയ്ക്ക് പാട്ടും പാടുന്നുണ്ട്, പക്ഷെ ഹൃദയം ദൈവത്തെ ത്യജിച്ചിട്ടിരിക്കുക. ചർച്ചിന്റെ വെളിയിൽ പോയിട്ടില്ല, ചർച്ചിന്റെ അകത്തുണ്ട്. ചർച്ചിന്റെ വെളിയിൽ പോയി എല്ലാവരും അറിയും പുള്ളി പോയുണ്ട്, സംസാരമുണ്ട്. അത് വരാതിരിക്കാൻ ആലയത്തിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ദൈവത്തെ എന്ത് ചെയ്തിരിക്കുക? കണ്ടാ മനസ്സിലാവൂ? ഇല്ല. താളത്തിനൊത്ത കൈയും ഉറക്കെ അന്യഭാഷയുണ്ട്. എല്ലാം അതിന്റെ പരുവത്തിനും പോകണം. കണ്ടാ മനസ്സിലാവത്തില്ല. ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരിച്ചു കളയാതിരിക്കാൻ ദൃഷ്ടാന്തമായി ഇത് വെച്ചിരിക്കുക. ഇതുപോലെ സംഭവിക്കരുത്. ആദ്യ വിശ്വാസം അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം, ത്യജിച്ചു കളയരുത്. ഇവിടെ വായിച്ചേക്കളെ. നിങ്ങളാരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടത്. നിങ്ങളാരും പാപത്തിന്റെ ചതിയിൽ. ഈ പാപത്തിന്റെ ചതി പറയുന്നതിന് മുൻപ് പാപത്തിന് തൽക്കാല ഭോഗമുണ്ട്, അല്ലേ? 11ാം അധ്യായത്തിൽ മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ആവശ്യമില്ല. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ എന്തുവാ ദൈവജനത്തോടുള്ള കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. അപ്പം പാപത്തിന് ഉള്ള ഭോഗമാണ് പാപത്തിന്റെ ചതി. പാപത്തിന്റെ ചതി എന്തുവാണ്? പാപം നൽകുന്ന ഭോഗം എന്ന് പറഞ്ഞാൽ പാപം നമുക്ക് നൽകുന്ന ഒരു പ്ലഷർ. അത് ചതിയാണ്. അത് ചതിയാണെന്ന് മോശയ്ക്ക് മനസ്സിലായപ്പോൾ ഭോഗത്തെ വിട്ട്, ആ ചതിയെ വിട്ട് എന്തോ തെരഞ്ഞെടുത്തു? ദൈവജനത്തോട് കഷ്ടം. പുള്ളിക്ക് 40 വർഷം ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അറവന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കാൻ യോഗ്യതയുള്ള മനുഷ്യനില്ലേ, അല്ലേ? നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞ ബ്രദറെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് അവിടെ തന്നെ ഇരിക്കും. ബ്രദറെ പറയത്തില്ലായിരുന്നു, ഞാനും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിഷയം മിശ്രമിട്ടല്ലേ പുള്ളി ബലപ്പെടും. ഓക്കെ, സൗണ്ടുണ്ടല്ലോ, ബലപ്പെടാം. നമ്മൾ അങ്ങനെ ബലപ്പെടുത്തി പുള്ളി അവിടെ ഇരുത്തിയത്. പക്ഷെ പുള്ളിക്ക് മനസ്സിലായി ഇവിടെ ഇരുന്നാൽ 20 പോകത്തേ ഉള്ളൂ. പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ട. എന്താ വേണം? അപ്പം ഭോഗത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? കഷ്ടം. പാപം ചെയ്യുമ്പോഴുള്ള ഭോഗം അത് ഭയങ്കര അട്രാക്ഷനാ, അത് ഭയങ്കര ഉള്ളിൽ ഡ്രൈവ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ അവിടെ ഒരു തീരുമാനം എടുക്കണം. എനിക്ക് ഭോഗം വേണ്ട, തൽക്കാല ഭോഗം വേണ്ട. ആ ഭോഗത്തെ ഞാൻ ക്രോസ് ഇട്ടാൽ എനിക്ക് കഷ്ടമാണ്, അത് ഞാൻ എടുത്തോളാം. എന്തിനാ? ആദ്യ വിശ്വാസം എനിക്ക് ബോധപ്പെട്ടിരിക്കണം. എന്റെ വണ്ടി മറിഞ്ഞു പോകണം. പ്രസംഗിക്കുന്ന ഞാനും ഡിസ്ക്വാളിഫൈ ആകല്ലേ, കേൾക്കുന്ന നിങ്ങളും നമ്മളാരും ഡിസ്ക്വാളിഫൈ ആകാം. പാപത്തിന്റെ തൽക്കാല ഭോഗം വരുമ്പോൾ അതിനെ ജയിക്കാനാണ് നമ്മൾ അഭിഷേകം തന്നിരിക്കുന്നത്. തൽക്കാല ഭോഗം വരുമ്പോൾ, തൽക്കാല സുഖം വരുമ്പോൾ, ആ സുഖം വേണ്ട എനിക്ക്, ആ സുഖമല്ല ഞാൻ കഷ്ടം അനുഭവിക്കാൻ. എന്നെ പോലെ ദൈവമക്കൾ കഷ്ടം അനുഭവിക്കുന്ന ദൈവദാസന്മാർ, അവരോട് കൂടെ ഞാൻ ചേരാൻ പോവുകയാണ്. എന്റെ കർത്താവ് ആരും കഷ്ടം അനുഭവിച്ചതുപോലെ ഞാനും I am ready to suffer. എന്തിനാ?
ആദ്യ വിശ്വാസം അടുത്തത് പാപത്തിന്റെ ചതിയിൽ ആരും കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? മുന്നറിയിപ്പുണ്ട്. അപ്പോൾ തന്നെ ഇന്നൊരു അവസരമാണ്. മുന്നറിയിപ്പുണ്ട്, അപ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? അവസരം. ഈ 2024 നമുക്കൊരു മുന്നറിയിപ്പ് കൂടെ തരികയാണ്. അപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, ഇല്ല, ദൈവത്തിന്റെ കൃപ നിനക്ക് മതി, നിനക്കൊരു അവസരം കൂടെ തിരുവചനത്തിൽ കൂടെ തരികയാണ്. അപ്പം അവസാനത്തോളം എങ്ങനെയാണ് ഒരു ദൈവ പൈതലിന് ആദ്യ വിശ്വാസം മുറുകെ പറ്റേണ്ടതെന്നുള്ള 2-3 കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. ഒന്നാമത് എന്താ ചെയ്യേണ്ടത്? അതാണ് 3-1. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. Consider him. Look carefully at him. ജീസസിനെ നോക്കി ജീവിക്കുക. ജീസസിനെ നോക്കി എങ്ങനെ ജീവിക്കുന്നത്? അതിനാണ് നമുക്ക് തിരുവനന്തപുരം വന്നിരിക്കുന്നത്. 4 സുവിശേഷത്തിൽ ജീസസിന്റെ ലൈഫുണ്ട്. അത് വായിക്കണം. ദൈവമക്കൾക്ക് ഞാനൊരു എൻകറേജ്മെന്റിന് വേണ്ടി പറയാം. 2025 ഞാൻ 4 സുവിശേഷങ്ങൾ 1, 2, 3 തവണ ഞാൻ വായിക്കും. എന്തിനാ വായിക്കുന്നത്? ജീസസിനെ എനിക്ക് കാണണം. ജീസസ് എങ്ങനെ നടന്നത്? ജീസസ് എന്താ? അപ്പൊ അങ്ങനെ ജീസസ് നടന്നു, ജീസസ് അങ്ങനെ ചെയ്തപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനെ പറ്റത്തില്ല കർത്താവ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഉപവസിക്കണം, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചോദിക്കണം. കർത്താവേ, എനിക്കതുപോലെ ജീവിക്കാം. ജീസസിൽ നിന്ന് കണ്ടുമറിക്കരുത്. ജീസസിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രസംഗവും നമുക്ക് വേണ്ട. വേണോ? ഒരു ദൂതും നമുക്ക് വേണ്ട, ഒരു പാട്ടും നമുക്ക് വേണ്ട. ജീസസിലേക്ക് എന്നെ നോക്കുന്നു, ജീസസിലേക്ക് ഞാൻ എന്നെ ആലയിക്കുന്നു, ജീസസിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന പ്രസംഗം മതി, ദൂതും മതി. 13-ാമത്തെ വാക്യം, 3-13. ഒന്ന്, യേശുവിലേക്ക് നോക്കുക. ഹെൽത്തി ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. രണ്ടാമത്തെ, ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം എന്ത് ചെയ്യണം? പ്രബോധിപ്പിച്ചു. അതിന്റെ അർത്ഥം രണ്ടാമത് എങ്ങനെ അവസാനത്തോളം ആദ്യ വിശ്വാസം മുറുകെ പറ്റാം? രണ്ടാമത്തെ കാര്യം അന്യോന്യം എന്ന് പറഞ്ഞ കൂട്ടായ്മ, ഫെലോഷിപ്പ്. അതിനെ ഒരിക്കലും നിസ്സംഗ മനോഭാവത്തോട് എടുക്കരുത്, അതിനെ ഒരിക്കലും ലാഭകത്തോട് എടുക്കരുത്. ഓ, ഇത് ഞാൻ പോകുന്നില്ല, അങ്ങനൊന്നും ചിന്തിക്കരുത്. കൂട്ടായ്മ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. അതിനൊരിക്കലും ലൈറ്റ്ലി എടുക്കരുത്. ദൈവമക്കളോടുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? കൂട്ടായ്മ എന്ന് പറയുന്നത് വന്ന് പൊറോട്ടയും ഇറച്ചി കഴിക്കുന്നതല്ല. അത് കൂട്ടായ്മയിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. കൂട്ടായ്മ അവിടെ എഴുതിയിട്ടുണ്ട്, അന്യോന്യം എന്ത് ചെയ്യണമെന്നാണ്? പ്രബോധിപ്പിക്കണം. എന്റെ കുഞ്ഞിലെ പ്രബോധനം ഒരു സംഭവമുണ്ട്. സാക്ഷ്യത്തിലും പ്രബോധനത്തിലും. അപ്പൊ അച്ഛന്മാരെ എഴുതിട്ട് പ്രബോധിപ്പിക്കും. അപ്പൊ വേറൊരാൾ അല്ലേന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും പുള്ളിയുടെ പ്രബോധനം ഇഷ്ടപ്പെട്ടില്ല. അതല്ല, എനിക്കിന്ന് കിട്ടി, ഞാൻ നിങ്ങൾക്ക് അടുത്താഴ്ച തരാം. ഇതാ പ്രബോധനം. അതല്ല പ്രബോധനം. ഒത്തുന്നതല്ല, എടുത്തു വെട്ടുന്നതല്ല പ്രബോധനം. അന്യോന്യം എന്തോ പ്രബോധിപ്പിക്കട്ടെ, എന്തോ പ്രബോധിപ്പിക്കണ്ടേ? തമ്മിൽ കാണുമ്പോ പ്രൈസോട് കൊടുക്കുമ്പോ BP എത്ര ഉണ്ട്? അതല്ല. ഷുഗർ കുറഞ്ഞു, അതും ചോദിച്ചോ. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു മാരകമായിരിക്കുന്ന രോഗമാണ് ബ്രദറിന്റെ ആത്മീയ ജീവിതം എങ്ങനെ പോയി. അത് നമ്മൾ എത്ര പേര് ചോദിക്കുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട്? അല്ല, മീറ്റിംഗിന്റെ കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കുന്നുണ്ടോ? ആത്മീകമായി ഇല്ല. ബാക്കി എല്ലാ കാര്യം ചോദിക്കുന്നുണ്ട്. ഖത്തറിൽ ഒരിക്കൽ ബിരിയാണി കട പോയാൽ ഞാനുണ്ട്. ഭയങ്കര രസം. 2-3 വണ്ടിയൊക്കെ പിടിച്ചു ഒക്കെ അതിനപ്പുറത്ത് ഒരു ചായക്കടയിൽ വന്നു. അല്ലേ, ഞാൻ കൈ കൊടുത്താണ് പോയി കുടിച്ചു. ബിരിയാണിയും ചായ കഴിച്ച് അച്ചാരി ഒന്നാമത് എന്തായിരുന്നു കൂട്ടായ്മ. അതല്ല കൂട്ടായ്മ. അത് ഉണ്ടായിക്കട്ടെ, പക്ഷെ അതുകൊണ്ട് നിലനിൽക്കത്തില്ല കേട്ടോ. അസി പറയും, ബിരിയാണി കഴിക്കുന്ന കൊള്ളാം, പാലും ചായയും കുടിക്കുന്ന കൊള്ളാം. എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം? പാപത്തിന്റെ തൽക്കാല മോഹം വല്ലതും വരുന്നുണ്ട് ചോദിക്കണ്ടേ? അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് അടുത്ത വട്ടം ആ പുള്ളിക്ക് അങ്ങനെ ഒരു മോഹം വന്നാൽ പോലും പറയും, ആ പുള്ളി എന്നെ അടുത്ത ആഴ്ച പിടിക്കും.
കൂട്ടായ്മയുടെ ബലം കണ്ടോ? തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം. കൊലോസ്യർ 3:16 വായിച്ചു. 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ എന്ത് ചെയ്യണം? ദൈവസഭയിലുള്ളവരെല്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ വരണം. എന്ത് പഠിപ്പിക്കണ്ട? തമ്മിൽ തമ്മിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ എവിടുന്ന് പഠിപ്പിക്കണം? താഴെ വായിച്ചു. ബുദ്ധി ഉപദേശിച്ച് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കണം. എന്ന് പറഞ്ഞാൽ സഭയിൽ വരുന്നവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം സകല ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും വിവേകത്തോടും വസിക്കണം. അങ്ങനെ വസിക്കുന്നവൻ ആ വചനം എടുത്ത് തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. ആ വചനം എടുത്ത് തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കൂട്ടായ്മയിലേക്ക് നമുക്ക് വരാം. 2025 കേവലം വന്ന് കഴിച്ചു പോകുന്നതല്ല, പാട്ടുപാടി പോകുന്നതല്ല. എന്റെ സഹോദരന്റെ ആത്മീയ ജീവിതത്തിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്റെ സഹോദരിയുടെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രായമുള്ള സഹോദരിമാർ ചെറുപ്പക്കാരിയായ കുഞ്ഞുങ്ങളെ പിടിച്ച് പറയണം, മകളെ ആരിലെ കർത്താവിനെ സ്വീകരിക്കണം, യേശുവിനെ സ്വീകരിക്കണം എന്ന് പ്രായമുള്ള സഹോദരിമാരുടെ ഡ്യൂട്ടിയാണ്. പ്രായമുള്ള സഹോദരന്മാരുടെ ഡ്യൂട്ടിയാണ്. പക്വത വന്ന സഹോദരന്മാരുടെ ഡ്യൂട്ടിയാണ്. ചെറുപ്പക്കാര് പിള്ളേരോട് സുവിശേഷം അറിയിക്കണം, മാറ്റി വിളിച്ച് പറയണം, മോനെ ഇങ്ങനെ പോയാൽ ശരിയാവുന്നില്ല കേട്ടോ, ഇങ്ങനെ പോയാൽ നീ നരകത്തിൽ പോകും, നീ കർത്താവിലേക്ക് നീ മടങ്ങി വാ, സുവിശേഷത്തിൽ വിശ്വസിക്കുകയെന്ന് പ്രായമുള്ളവർ നോക്കി ഇവര് പറയണം. അല്ലാതെ മോനെ 12ാം ക്ലാസ്സിൽ എങ്ങോട്ടാ, UK ആണോ ജർമ്മനിയാണോ? അപ്പൊ അവന് മനസ്സിലായി, അച്ഛന്റെ മനസ്സിൽ ഇതൊക്കെ തന്നെ. ഏതാ നീ എടുക്കുന്നത്? എഞ്ചിനീയറിംഗ് ആണോ അതോ MBBS-നാണോ നീ പോകുന്നത്? അപ്പൊ ഈ ചെറുക്കനും ചിന്തിക്കുവാണോ ഇതേ ഉള്ളൂ. കാര്യം പിടികിട്ടുന്നുണ്ടോ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ഉള്ളതല്ല, കാര്യമല്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെ നാം കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുമ്പോൾ തമ്മിൽ തമ്മിൽ പ്രബോധിച്ച് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവസാനത്തോളം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യ വിശ്വാസം അവസാനത്തോളം. മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പറയാം. മൂന്നാമത്തെ കാര്യം 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി തിരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് അറിയാം വാക്യം. അതെല്ലാം ഓരോരോ വാക്ക് വിശദീകരിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ വെക്കണം. ഒന്നാമത്തെ എന്താണ്? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. രണ്ടാമത്തെ എന്താണ്? കൂട്ടായ്മ ആചരിക്കണം. മൂന്നാമത് എന്താണ്? വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒന്നാമത് എന്താണ്? യേശു ക്രിസ്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒന്ന്, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. രണ്ടാമത് എന്താണ്? കൂട്ടായ്മ ആചരിക്കണം. മൂന്നാമതാണ് ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം സെർച്ച് ലൈറ്റ് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഇരുട്ടുകളെ ഇങ്ങനെ വെളിച്ചത്തോടെ കാണണം. അപ്പൊ നമ്മുടെ പാവങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ മുറുകെ പഠിക്കാം. നാലാം അധ്യായം അതിന്റെ 14 തൊട്ടുള്ള വാക്യം. ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു. നമ്മുടെ സ്വീകാര്യം എന്ത് ചെയ്യണം? അടുത്തത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ബലഹീനത ഈ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അവിശ്വസ്തരായി പോകാൻ സാധ്യതയുണ്ട്. അതാണ് ബലഹീനത. വണ്ടി മറിയാൻ സാധ്യത, മുറുകെ പിടിച്ചത് ലൂസാകാൻ സാധ്യത. ആ ബലഹീനതയിൽ എന്താണ് അടുത്തത്? സഹതാപം കാണിപ്പാൻ. അടുത്തത് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിച്ച്. ഈപാട് കണ്ടോ? ഇസ്രായേലും പരീക്ഷ ദിവസത്തിൽ എന്ത് പറ്റി? തോറ്റുപോയോ?
പരീക്ഷ ദിവസത്തിൽ ഇസ്രായേൽ എന്ത് പറ്റി? തോറ്റുപോയെങ്കിൽ പരീക്ഷ ദിവസത്തിൽ ഇതാ യേശു തമ്പുരാൻ തോറ്റില്ല, ജയിച്ചു. ജയിച്ചവനെയാ നോക്കുന്നത്. ഈ ജയിച്ചവൻ നമുക്കും ജയം നൽകും. അവസാനത്തോളം മുറുകെ പിടിച്ചു പോകാൻ ജയം നമ്മുടെ ബലത്തിലോ നമ്മുടെ കെൽപ്പിലോ അല്ല, നമുക്ക് കൃപ നൽകുന്ന ജയിച്ചവൻ നമുക്ക് ബലം നൽകും. പരീക്ഷ ദിവസത്തിൽ ഇസ്രായേൽ തോറ്റു, പരീക്ഷ ദിവസത്തിൽ കർത്താവ് ജയിച്ചു. ആ ജയിച്ചവൻ മുമ്പോട്ട് വായിച്ചു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത്, കണ്ടോ, ആ സമയം ഇപ്പോഴുമുണ്ട്, ആ ദിവസം ഇപ്പോഴുമുണ്ട്. തൽസമയത്ത് അടുത്തത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ എവിടോട്ട് ചെല്ലണമെന്നാ? കൃപാസനത്തിലേക്ക്. ഇന്ന് മാത്രമല്ല, നാളെയും ചെല്ലണം, മറ്റന്നാളും ചെല്ലണം. എല്ലാ ദിവസവും ആ കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. എനിക്ക് പഠിപ്പ് വിദ്യാഭ്യാസം കൂടുതലില്ല. ബൈബിൾ കോളേജിൽ ഞാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലും അത് സർട്ടിഫിക്കറ്റ് അവസാനം നോക്കിയപ്പോൾ അത് ശരിയുള്ളതല്ല. അപ്പോൾ ഒരു ബൈബിൾ വിദ്യാഭ്യാസമോ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസമോ അല്ലാതെ വെളിയിലുള്ള വിദ്യാഭ്യാസമോ എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് പുകഴാൻ ഒന്നേ ഉള്ളൂ. It is purely God's grace. ഒരു നിമിഷം ദൈവത്തിന്റെ കൃപയെ നീക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ അഭക്തനായിരിക്കും ഞാൻ. ദൈവത്തിന്റെ കൃപ, God's grace. ഒരു കാര്യം ഇവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-13 വാക്യം വേഗം. എബ്രായ ലേഖനം 13:12-13. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാമും അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. യേശു എങ്ങനെ നിന്ന ചുമന്ന് പാളയത്തിന്റെ വെളിയിൽ പോയോ, ഞാനും നിങ്ങളും അവനെ ചുമന്ന് ലോകത്തിൽ ചെന്ന് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷികളായി. അനുദിനം നാം സാക്ഷികളായി തീരുമ്പോൾ എന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? ഈ വിശ്വാസം നാം അവസാനത്തോളം മുറുകെ നാം അനുദിനം സുവിശേഷം നമ്മളോട് തന്നെയും മറ്റുള്ളവരോട് പ്രസംഗിച്ചാൽ ഈ ആദ്യ വിശ്വാസം നമ്മുടെ സ്വീകാര്യം, നമ്മുടെ ഉറപ്പ്, നമ്മുടെ പ്രത്യാശ, നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ആ തേജസ്സിന്റെ ആ പ്രത്യാശ അവസാനത്തോളം ദൈവത്തിന്റെ കൃപയാൽ മുറുകെ പിടിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.